വണ്ടി വലിയ കുഴപ്പമില്ല. അത്യാവശ്യം വലിയൊരു വണ്ടിയാ. നമുക്ക് ഇതന്നെ അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ ഷിൻചാനും പിൻചാനും വണ്ടിയിൽ കയറിയേക്കാണ്. ഇനി നമുക്ക് നേരെ മൗണ്ട് ചില്ലാടിലേക്ക് പോവാം. ഏയ് മൗണ്ട് ചില്ലാട് വേണ്ട. നമുക്കിന്ന് ലോസ് ആൻഡോസിലെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഏയ് അത് വേണ്ട. നമുക്കിന്ന് മൗണ്ട് ചില്ലാടിലേക്ക് പോവാം. അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് നാളെ പോവാം. നിനക്കറിയാലോ ഇന്ന് എനിക്ക് വലിയ സുഖമില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്കിന്ന് മൗണ്ട് ചില്ലാടിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ മൗണ്ട് ചില്ലാടിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങ് പോവാം. അയ്യോ അണ്ണ, നേരില്ലല്ലോ, റൈറ്റിലേക്കായിരുന്നു വഴി. ഏയ് എന്തുട്ട് എന്നും ഒരേ വഴി കൂടെ പോണ്. നമുക്കിന്ന് റൂട്ട് മാറ്റി പിടിക്കാം. നമുക്ക് ഈ വഴി അങ്ങ് മേലേക്ക് കയറി പോവാം. പക്ഷെ ഈ വണ്ടി എന്താ പിന്നാക്കം പോണേ? ഇതൊന്നും മേലേക്ക് കയറാത്ത. ഒരു മിനിറ്റ്, ഈ വണ്ടിയുടെ പണി തീർന്നു തോന്നുന്നുണ്ട്. ഈ വണ്ടി മേലേക്ക് കയറണില്ല. എടാ ഷിൻചാനെ പിൻചാനെ, പണി പാളിയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയി. എന്നാലും ഫ്രാങ്ക്ലിൻ അണ്ണ, ഈ പേട്ട വണ്ടിയും കൊണ്ടാണോ ട്രിപ്പിലേക്ക് വരണേ? ഇനിയിപ്പോ നമ്മൾ എന്തുട്ടാ ചെയ്യാ? എങ്ങനെയെങ്കിലും വേറൊരു വണ്ടി സെറ്റ് ആക്കണല്ലോ. ഏയ് വേറെ വണ്ടിയുടെ ആവശ്യമില്ല. ഞാൻ ഈ വണ്ടിയുടെ ബോണറ്റ് തുറന്ന് നോക്കട്ടെ. ചിലപ്പോൾ എൻജിനിൽ ചില കംപ്ലൈന്റ് ഉണ്ടാവും. അത് ഞാൻ ശരിയാക്കിക്കോളാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ നൈസായിട്ട് പണി പാളേക്കാണ് കേട്ടാ. എൻ്റെ ചേട്ടൻ ഷിൻചാനും പിൻചാനും ചോപ്പനും കൊല്ലാൻ പോയേക്കാ. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. എനിക്കിനി അവർ മാത്രമല്ലോ, ബാക്കി കൂട്ടുകാരൊക്കെ മരിച്ചുപോയി. ഇവിടെ പിന്നെ എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും കാണാനില്ല ഏട്ടാ. ഞാൻ മുന്നേ ഒരു വട്ടം ജയിലിൽ നിന്ന് ചാടിയുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ കിട്ടി. ഇന്ന് പക്ഷേ ഇവിടെ ഒരു ഹെലികോപ്റ്റർ പോലും കാണാനില്ല. നമുക്കിപ്പോൾ എന്തൊരു ചെയ്യുക? നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് ചാടണം. ഒരു മിനിറ്റ്, മുമ്പിലെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ മേലെ നിന്ന് ചാടാം. മേലെ പോലീസുകാർ ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ മേലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു പോലീസുകാരനും എനിക്ക് കാണാനില്ല. നമുക്കതൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങ് താഴ്ത്തേക്ക് ചാടാം. സംഭവം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ചാടേക്കാണ്. നൈസായിട്ട് തലയിടിച്ച് വീണു, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി എങ്ങനെയെങ്കിലും ഒരു വണ്ടി സെറ്റാക്കണം, എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ എനിക്ക് വണ്ടിയൊക്കെ സെറ്റായിക്കാണ്. ഈ ഷിൻചാനും പിൻചാനും എവിടെയാണാവോ? നമുക്കൊന്ന് കയറി ചെന്ന് നോക്കി നോക്കാം. ഈ ഷിൻചാനും പിൻചാനും നേരത്തെ ഇവിടെ ഇരുന്ന് ടി വി കാണണ്ടായിരുന്നു, പക്ഷെ അവരെ ഇവിടെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നണതേ ഇവർ മേലത്തെ ഫ്ലോറിൽ ഉണ്ടാവുമെന്ന്. നമുക്കൊന്ന് കയറി ചെന്ന് നോക്കി നോക്കാം. ഓ, ഇവരിതേ മേലത്തെ ഫ്ലോറിലും ഇല്ല. എനിക്ക് തോന്നണതേ എൻ്റെ ചേട്ടൻ ഇവരെ തട്ടിക്കൊണ്ട് പോയെന്നാ. ഇവരെ കൊണ്ട് എങ്ങോട്ടാണാവോ പോയേ? ഷിൻചാനും പിൻചാനും ജീവനോടെ ഉണ്ടാവണാവോ? ഒരു മിനിറ്റ്, ലമാറ് വിളിക്കണ്ടല്ലോ. എന്താണാവോ കാര്യം? ഹലോ ലമാറ, എന്താ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ പോയടാ. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോപ്പനെ മാത്രമേ കാണാവുള്ളൂ. നീയും ഷിൻചാനും പിൻചാനും എവിടെയാ? എടാ, നമ്മൾ മിഞ്ഞാന്ന് പുതിയ വീടൊക്കെ മേടിച്ചു. ചോപ്പനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മറന്നു. അതേ ലമാറേ, നീ ഒരു കാര്യം ചെയ്യ്, ചോപ്പനെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിർത്തണ്ട. നിന്റെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോ. എന്താ ഫ്രാങ്ക്ലിനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ആ, അത് ഞാൻ പിന്നെ പറയാം. നീ പെട്ടെന്ന് ചോപ്പനെയും കൊണ്ട് വീട്ടിലേക്ക് പോ. ഒരു മിനിറ്റ്, നമുക്ക് ഷിൻചാനെയും കൂടി വിളിക്കാം. ഷിൻചാൻ്റെ കയ്യിൽ മിക്കവാറും ഫോൺ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഹലോ, ഇതാരാ? ആരാന്നാ? ഡാ, ഞാൻ ഫ്രാങ്ക്ലിനടാ. ഏ, ഫ്രാങ്ക്ലിൻ അണ്ണ? അപ്പൊ നമ്മുടെ അടുത്ത് നിക്കണത് ആരാ? എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങളുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അത് ഫ്രാങ്ക്ലിൻ അല്ല, അത് വേറെ ഏതൊരാളാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ അയച്ചാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അയാൾ നിങ്ങളെ കൊന്നു കളയും. ആ അണ്ണ, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം, ഇപ്പൊ അയച്ചുതരാം. ഓക്കെ ഷിൻചാൻ, നമുക്ക് ലൊക്കേഷനൊക്കെ അയച്ചെന്നേക്കാണ്. ലൊക്കേഷൻ പക്ഷെ കാണിക്കണത് മൗണ്ട് ചില്ലാടിൻ്റെ അവിടെയാ. അവർ പക്ഷെ മൗണ്ട് ചില്ലാടിൻ്റെ മേലേക്ക് കയറിയിട്ടില്ല, അടിയിൽ എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്കവിടെ ഷിൻചാനും പിൻചാനും കാണാണ്ട്. ആ, എൻ്റെ ചേട്ടനും ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ശരിയാക്കി തരാം. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നമുക്ക് വണ്ടി ഇടിച്ചങ്ങ് കൊല്ലാം. ദേ കിടക്കണം അവിടെ. നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് ബേൺ ഔട്ട് ചെയ്യാം. എൻ്റെ പിള്ളേരെ തൊടാറായ. അല്ല പിന്നെ ഇയാൾ ഇവിടെ ചത്തുവെന്നാ തോന്നണേ. ചോരയൊക്കെ പോവുണ്ട്. നമ്മൾ പക്ഷേ കറക്റ്റ് ടൈമിലാണ് ഷിൻചാനും പിൻചാനും രക്ഷിച്ചത്, അല്ലെങ്കിൽ അവരും കൂടിയും പോയാനെ. DCB മീഡിയയുടെ